നിങ്ങളുടെ പേഴ്സണൽ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം, മേ ബി നിങ്ങളും ഈ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത്രമാത്രം നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പെയിൻഫുൾ സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, യെസ്, ആ ഒരു കറേജ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നത്. അതായത് എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിരുന്നാലും ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ കൊണ്ടുവരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത്രയും റിസ്ക് ഉള്ളൊരു കാര്യമാണ് എങ്കിൽ പോലും അതിലൊരു സാധ്യത നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ അതിൽ സക്സസ് ആവും എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, അവർ ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അത്രയും എക്സ്പ്രസീവ് ആയിരിക്കില്ല, ഒരു കാര്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയാനുണ്ടാവില്ല. അവർ എങ്ങനെയാണ് അവരുടെ മനസ്സിൽ അവർ എത്രത്തോളമാണ് സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പോലും അറിയാൻ കഴിയാത്ത വിധം ഉള്ളൊരു സാഹചര്യം അവർ ഫേസ് ചെയ്യുന്നുണ്ട്. യെസ്, അവർക്ക് ഒരുപാട് ഒരുപാട് ചലഞ്ചസ് അവരുടെ ലൈഫിലുണ്ട് എങ്കിൽ പോലും അവര് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും അവർ സക്സസ് ആവും എന്നുള്ളത് അവർക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു മൂവ്മെന്റ് അവരെടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, യെസ്, ഫസ്റ്റ് തന്നെ ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത്. അവര് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം അവരുടെ മനസ്സിൽ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരും എന്നുള്ളത് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. ഐ ആം സോ റെസ്റ്റ്ലെസ്, കാൺ ഡു എനിത്തിങ് വിതൗട്ട് യു. നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫിൽ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോയില്ല. അവർ അത്രമാത്രം റെസ്റ്റ്ലെസ് ആണ് ഈ ഒരു സമയത്ത് എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ഐ ലോസ്റ്റ് മൈ ട്രൂ ലവ്. അവരുടെ യഥാർത്ഥ സ്നേഹം, പ്രണയം അവർക്ക് നഷ്ടമായി എന്ന് പോലും അവർക്ക് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ മിസ് യുവർ പ്രസൻസ്. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സാമീപ്യമാണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദ കീ ടു മൈ ഹാർട്ട്. ഐ ലവ് യു സോ വെരി മച്ച്, ലവ് യു എ ലോട്ട്. ഓക്കെ, ഇപ്പോഴും അവരുടെ ഹൃദയം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു കീ നിങ്ങളുടെ കൈകളിലാണ്. അത്രമാത്രം നിങ്ങളെ അവർ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ എം മാനിഫെസ്റ്റിംഗ് യു. ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം അവർ നിങ്ങളെ ഈ ഒരു സമയത്ത് മിസ് ചെയ്യുന്നുണ്ട്. ഐ ഹെസിറ്റേറ്റ് ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ്, പ്ലീസ് ഫോർഗീവ് മീ ആൻഡ് കം ബാക്ക്. അവരുടെ ഫീലിങ്സ് അവർ ഒരിക്കലും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കുക. ഐ എം മിസ്സിങ് യുവർ ലവ്. നിങ്ങളുടെ പ്രണയത്തെ അവർ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം അവർ മിസ് ചെയ്യുന്നുണ്ട്. ഐ നോ ഐ ഹേർട്ട് യു. നിങ്ങളെ ഒരുപാട് അവർ ഹേർട്ട് ചെയ്തു എന്ന് അവർക്ക് അറിയാം. ഓക്കെ, ഐ മിസ് യു വെരി ബാഡ്ലി. യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ. അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈലൻസ് അവരെ ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. യു ആർ മൈ പെർഫെക്റ്റ് പാർട്ട്ണർ. നിങ്ങളാണ് അവരുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം. എപ്പോഴും അവർ നിങ്ങളെ പിക്ചർ വാച്ച് ചെയ്യുകയാണ്. മേ ബി നിങ്ങളെ അവർ സോഷ്യൽ മീഡിയ വഴി സ്പൈ ചെയ്യുന്നുണ്ടാവാം. നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ടാവാം. ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് തിങ് ദാറ്റ് കം ടു മീ ഈസ് യുവർ നെയിം.
നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവര് മുഴുവൻ സമയവും ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ആൻഡ് ആം ഐ നോട്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ യു, ക്യാൻ യു ഗിവ് മി എ സെക്കൻഡ് ചാൻസ്. അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുമോ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും നൽകുന്നില്ലേ അവരുടെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ? ഓക്കെ, വിൽ യു വെയിറ്റ് ഫോർ മീ? നിങ്ങൾ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുമോ? ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഫർഗീവ് മീ. അപ്പോൾ അവരുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവരോട് നിങ്ങൾ ക്ഷമിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ആൻഡ് യു ആർ യു മേക്ക് മീ ഹോപ്പ്ഫുൾ. നിങ്ങളാണ് അവരുടെ ലൈഫിൽ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയത്. ഓക്കെ, ആൻഡ് I just feel so much for you. I would like to come to you, but I fear you will never forgive me. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് സ്ട്രോങ് ഫീലിങ്സ് ആണ് അവരുടെ മനസ്സിലുണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അവരോട് ക്ഷമിക്കുമോ എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ളൊരു ഭയം. ഓക്കെ, ഐ വിഷ് ടു സീ യു, യു ആർ മൈ ലവ്. അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരാണ് നിങ്ങളുടെ നിങ്ങളെ അവരുടെ യഥാർത്ഥ പ്രണയമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ആൻഡ് ഐ മിസ് യു വെരി ബാഡ്ലി. ഒരുപാട് നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ആൻഡ് ഫൈനലി ഐ ഹാവ് ചേഞ്ച്ഡ് ഓൺലി ബിക്കോസ് ഓഫ് യു. നിങ്ങൾ കാരണമാണ് അവരുടെ ലൈഫിൽ ഇത്രയധികം ഒരു ചേഞ്ചസ് ഉണ്ടായത്, അവരിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് കൂടി നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം. ലെറ്റർ ഡി 29, ലെറ്റർ ജി ചാരിറ്റി കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടാവാം. ടോക്ക്, നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റർ യു ടുഡേ, ഇന്നത്തെ ദിവസം തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവാം. 22, 19, 13, ലെറ്റർ ഡി റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ലെറ്റർ വൈ 30, 12, 111. മേ ബി ഇതൊരു ഏഞ്ചൽ നമ്പറാണ്, ഇത് നിങ്ങൾ കാണുന്നുണ്ടാവാം. ഓക്കെ,